വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ ഇങ്ങനെയൊരു മഹാസമ്മേളനം എന്തുകൊണ്ട് സംഘടിപ്പിക്കുന്നു എന്ന ചോദ്യത്തിനുള്ള അത്തരം ചോദ്യങ്ങളോടുള്ള ഒരു പ്രതികരണമാണ് എൻ്റെ വിഷയാവതരണം എന്ന് ഞാൻ ആദ്യമേ ഓർമ്മപ്പെടുത്തിക്കൊള്ളട്ടെ. സമയബന്ധിതമായി ഈ വിഷയാവതരണം നടക്കേണ്ടതുണ്ട്. അതോടൊപ്പം വളരെ കാതലായ ചില പ്രാമാണിക മെസ്സേജുകൾ കൈകാര്യം ചെയ്യേണ്ടതുമുണ്ട്, കൈമാറേണ്ടതുണ്ട് എന്ന് ഞാൻ വിചാരിക്കുകയാണ്. എൻ്റെ ഒന്നാമത്തെ പോയിന്റ്, എന്തുകൊണ്ട് ഫാമിലി കോൺഫറൻസ് എന്ന ചോദ്യത്തിന് എനിക്ക് വിവരിക്കാനുള്ള ഒന്നാമത്തെ പോയിന്റ്, കുടുംബം എന്ന സഹസ്രാബ്ദങ്ങളായി മാനവകുലം ആരംഭിച്ച കാലം മുതൽ നിലനിൽക്കുന്ന ചെറിയതും വലുതുമായ ഒരു മഹാസംവിധാനമാണ്. സുരക്ഷിതമായ ഒരു രാഷ്ട്രത്തെ നിർമ്മിക്കുന്നതിലെ ഏറ്റവും സുന്ദരമായ സുശക്തമായ ഒരു യൂണിറ്റാണ് കുടുംബ സംവിധാനം. അതിനെ തകർക്കുന്നതിന് വേണ്ടി ഇരുട്ടിൻ്റെ ശക്തികൾ ബോധപൂർവമായി ശ്രമിക്കുന്നു എന്നതുകൊണ്ടാണ്, അത് തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് ഈ സമ്മേളനം ഇങ്ങനെ സംഘടിപ്പിക്കപ്പെടുന്നത്. അങ്ങനെ സംഭവിക്കുന്നു എന്നതിന് എന്താണ് നിങ്ങളുടെ കയ്യിലെ തെളിവ് എന്ന് ഈ സദസ്സിലുള്ളവരോ ഓൺലൈനിൽ ഈ പ്രഭാഷണം കേൾക്കുന്നവരോ ബ്രിങ് ദ എവിഡൻസ്, ഖുൽ ഹാതു ബുർഹാനകും ഇൻ കുൻതും സ്വാദിഖീൻ, 2-ാം അധ്യായം 111 പറഞ്ഞ പോലെ എന്താണ് നിങ്ങളുടെ കയ്യിലെ തെളിവ്? ആരാണ് കുടുംബത്തെ തകർക്കാൻ ശ്രമിക്കുന്നത്? ആരാണ് ആ ആശയം ഇവിടെ പ്രചരിപ്പിക്കുന്നത്? ആർക്കാണ് കുടുംബം തകർന്നു കാണാൻ ആഗ്രഹമുള്ളത് എന്ന ചോദ്യത്തിന് ഞങ്ങൾക്കുള്ള ഉത്തരമാണ് ഈ വിശാലമായ സ്ക്രീനിൽ നിങ്ങൾ ഒന്നാമത്തെ ക്ലിപ്പിലൂടെ നിങ്ങൾ കേൾക്കാൻ നിങ്ങൾക്ക് അവസരമൊരുക്കുന്നത്. നമുക്കൊരു സംസാരത്തിലേക്ക് കടന്നു പോകാം. പറയുന്നത് ഒരു എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ എത്ര പേർക്ക് അംഗീകരിക്കാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. എനിക്കൊരു ദുഷിച്ച വ്യവസ്ഥയായിട്ടാണ് തോന്നുന്നത്. കുടുംബം എന്ന് പറയുന്നത് തന്നെ എനിക്കൊരു മോശം സ്ഥലമായിട്ടാണ് തോന്നുന്നത്. അവിടെ ആർക്കും സ്വാതന്ത്ര്യമില്ല. ഇതാരാണ് എന്നറിയാത്ത ഒരുപാട് ആളുകൾ ഇവിടെ ഉണ്ടാവും. മെഗാസ്റ്റാർ മമ്മൂട്ടി അറിയാത്ത ആരും കേരളക്കരയിൽ ഉണ്ടാവില്ല എന്ന് ഞാൻ വിചാരിക്കുകയാണ്. അദ്ദേഹത്തെ വെച്ച് സിനിമയെടുത്തു, കാതൽ എന്ന് പറയുന്ന സിനിമ. ആ സിനിമ സംവിധാനം ചെയ്തത് ജിയോ ബേബി എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് എന്ന കാര്യം നിങ്ങൾക്കറിയാം. അദ്ദേഹത്തിൻ്റെ സിനിമ കേരളക്കരയിൽ എന്ത് പ്രതിഫലനമാണ് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് കാര്യബോധമുള്ള, പക്വതയുള്ള, കാര്യങ്ങളെ വിലയിരുത്തുന്ന, അവധാനതയോടെ വിഷയങ്ങളെ നോക്കിക്കാണുന്ന ഏതൊരാൾക്കും മനസ്സിലാകും. നമ്മുടെ നാട്ടിൽ മദ്യഷാപ്പുകളുണ്ട്, അതൊരു ദുഷിച്ച ഇടമാണ് എന്ന് ഇദ്ദേഹത്തിന്, ഈ സംവിധായകന് തോന്നുന്നില്ല. ആയിരക്കണക്കിന് വേശ്യാലയങ്ങളുള്ള ഒരു രാജ്യത്ത് അത് ദുഷിച്ച ഒരു ഇടമായി അദ്ദേഹത്തിന് തോന്നുന്നില്ല. കൊട്ടേഷൻ പാട്ടുകൾ അരങ്ങ് തകർക്കുന്നത് ഒരു ദുഷിച്ച കാര്യമായി അദ്ദേഹത്തിന് തോന്നിയിട്ടില്ല. അതുപോലെ മാഫിയ സംഘങ്ങൾ അരങ്ങ് തകർക്കുന്ന ഒരു രാജ്യത്ത് അത് മോശമായി അദ്ദേഹത്തിന് തോന്നിയിട്ടില്ല. ഗാന്ധിജിയെ പോലെയുള്ള, പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിനെ പോലെയുള്ള, മൗലാന അബുൽ കലാം ആസാദിനെ പോലെയുള്ള, മൗലാന അലി ഷൗക്കത്ത് അലി സഹോദരന്മാരെ പോലെയുള്ള ലോകം കണ്ട മഹാ ആളുകളെ നിർമ്മിച്ചെടുത്ത കുടുംബ സംവിധാനം ഏറ്റവും ചീപ്പായി കേരളത്തിലെ ദൈവത്തിന്റെ സ്വന്തം നാടെന്ന് പറയുന്ന ഈ കേരളത്തിലെ കലാകാരന്മാരെ നിർമ്മിക്കുന്ന, ലോകത്തെ ഏറ്റവും കൂടുതൽ ജനങ്ങളെ സ്വാധീനിക്കുന്ന സിനിമ എന്ന് പറയുന്ന അത് സംവിധാനം ചെയ്യുന്ന ജിയോ ബേബിക്ക് സുന്ദരമായ ഒരു ഭവനത്തെയും ആ ഭവനത്തിലെ അച്ഛനെയും അമ്മയെയും അവിടെ അച്ഛൻ്റെ അമ്മയുടെ ശിക്ഷണത്തിൽ വളർന്ന മകനെയും ആ അച്ഛൻ്റെ സംരക്ഷണത്തിൽ വളർന്ന മകളെയും കാണുമ്പോൾ അതൊരു ദുഷിച്ച ഇടമായി തോന്നുന്നുവെങ്കിൽ നാം ഉറക്കെ പറയുന്നു, ദുഷിച്ചത് വീടല്ല, അങ്ങയുടെ ഹൃദയവും മനസ്സും മനസാക്ഷിയുമാണ് എന്നാണ് ഈ സമ്മേളനം ഇവിടെ പ്രഖ്യാപിക്കുന്ന ഒന്നാമത്തെ കാര്യം. ഇനി അദ്ദേഹം പറയുന്ന മറ്റൊരു സംസാരം അദ്ദേഹത്തിൻ്റെ ഇന്റർവ്യൂകളാണ്, അദ്ദേഹത്തിൻ്റെ സ്വതന്ത്ര സംസാരങ്ങളാണ്, അദ്ദേഹത്തിൻ്റെ ചില വേദികളിലെ സംസാരങ്ങളാണ്. അദ്ദേഹത്തിൻ്റെ മൂന്നാമത്തെ ക്ലിപ്പിലൂടെ നാം കേൾക്കുന്നത് ഞെട്ടിക്കുന്ന മറ്റൊരു വാചകമാണ്. നിങ്ങളൊന്ന് കേട്ടോളൂ. ഞാൻ വിചാരിക്കുന്നു ഈ സിനിമ കൊണ്ട് ഒരു 10 ഡൈവേഴ്സിലും കൂടുതൽ നടന്നാൽ ഞാൻ അതിൽ അത്രയും സന്തോഷിക്കും. നിങ്ങൾക്ക് മനസ്സിലാവണുണ്ടോ? ജിയോ ബേബി എന്ന കാതൽ സിനിമ സംവിധാനം ചെയ്ത മനുഷ്യൻ പറയുന്നത്, എൻ്റെ സിനിമ കണ്ടിട്ട് നമ്മളിവിടെ ഒരുപാട് സംരംഭങ്ങൾ ഉണ്ടാക്കാറുണ്ട്. ഈ സ്കൂളിൽ വന്ന കുട്ടി നശിച്ചു കാണുന്നത്
എനിക്ക് സന്തോഷമാണെന്ന് പറയുന്ന ഒരു അധ്യാപകനെ നിങ്ങൾ സങ്കല്പിക്കൂ. ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ നേതാവ് ഇന്ന സംവിധാനത്തിലൂടെ ഈ നാട് നശിച്ചു കാണണമെന്ന് പറയുന്നത് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. എന്റെ സിനിമ കണ്ടിട്ട് അച്ഛനും അമ്മയുമായി സുന്ദരമായി ജീവിച്ച പിതാ രക്ഷിതി കൗമാരെ ഭർത്രോ രക്ഷിതി യൗവനെ പുത്രോ രക്ഷിതി വാർദ്ധക്യേ എന്ന് പഠിപ്പിച്ച ചില മൂല്യങ്ങളെ നശിപ്പിച്ച് കുടുംബം തകർന്ന് ഫാദർലെസ് അമേരിക്ക എന്ന് പറയുന്ന തന്തയില്ലാത്ത അമേരിക്ക എന്ന പുസ്തകമാണല്ലോ അമേരിക്കയുടെ കവലകളിൽ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെട്ട ഗ്രന്ഥങ്ങളിൽ ചില ഗ്രന്ഥങ്ങൾ. അതുപോലെ ഈ നാടാകണമെന്ന് ആഗ്രഹിച്ച ഒരു സിനിമാ സംവിധായകനെ കേരളത്തിലെ ഉത്ബുദ്ധ ജനതയ്ക്ക് ആവശ്യമുണ്ടോ എന്ന ചിന്ത സമ്മാനിക്കാനും കൂടിയാണ് ഈ മഹാസമ്മേളനം ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് എന്നാണ് എനിക്ക് നിങ്ങളെ ഓർമ്മപ്പെടുത്താനുള്ളത്. എന്തുകൊണ്ടാണ് ഫാമിലി കോൺഫറൻസ് എന്നതിന് വളരെ ശ്രദ്ധേയമായ ഒരു ക്ലിപ്പിലൂടെ ഞാൻ നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുകയാണ്. എന്താണെന്ന് വിചാരിച്ചാൽ, മാതാപിതാക്കളെ അവഗണിക്കുകയും ചോദ്യം ചെയ്യുകയും ചെയ്യുന്ന ഒരു പുതിയ തലമുറ ഇവിടെ ജനിച്ചു വളരുന്നുണ്ട്. മാതാപിതാക്കളെ അവഗണിക്കുക, മാതാപിതാക്കളെ വൃദ്ധസദനത്തിൽ കൊണ്ടുപോയാക്കുക. ജന്മം നൽകിയ അച്ഛനും അമ്മയും ഒരു കോഴിമുട്ട വിരിഞ്ഞ് ആ കോഴിമുട്ട വിരിഞ്ഞു കഴിഞ്ഞാൽ ആ കോഴിക്കുഞ്ഞിന് മുട്ടത്തോടിനോട് വല്ല ബന്ധവും ഉണ്ടാകുമോ എന്ന് ചോദിച്ചത് ലോകം കണ്ട ചിന്തകനായ കാർൽ മാർക്സ് ആണ്. നോക്കൂ നിങ്ങൾ, ഹെഗലിയൻ സിദ്ധാന്തത്തിന്റെ പ്രചാരകനാണ് ഈ സിനിമാ സംവിധായകൻ എന്ന കാര്യവും നമ്മൾ അറിയണം. ആരാണ് അച്ഛൻ, ആരാണ്? നോക്കൂ, ഹൈന്ദവ വേദഗ്രന്ഥങ്ങളിൽ പും എന്ന നരകത്തിൽ നിന്ന് അച്ഛനെ ത്രാണനം ചെയ്യുന്നവനാണ് പുത്രൻ എന്ന അർത്ഥത്തിൽ പറയപ്പെടുന്നത്. പിതാ രക്ഷിതി കൗമാരെ ഭർത്രോ രക്ഷിതി യൗവനെ പുത്രോ രക്ഷിതി വാർദ്ധക്യേ രക്ഷന്തിസ്തവരെ പുത്ര നസ്ത്രീ സ്വാതന്ത്ര്യമർഹിതി എന്ന് വേദഗ്രന്ഥങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ചില ആശയങ്ങളോട് ദൈവിക പ്രമാണങ്ങൾ വിയോജിക്കുന്നുണ്ടെങ്കിലും അച്ഛനെ ആദരിക്കുന്ന, അമ്മയെ ആദരിക്കുന്ന, അച്ഛനമ്മമാരുടെ ലാളനയിൽ വളരുന്ന ഒരു പുതിയ തലമുറ അതില്ലാതാകണമെന്നാണ് ഇവിടെ ആളുകൾ വിചാരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് 9ാമത്തെ ക്ലിപ്പിലൂടെ നിങ്ങളുടെ ശ്രദ്ധ കൊണ്ടുവരുന്നത് ഈ മേഖലയിലാണ്. എന്തുകൊണ്ട് ഫാമിലി കോൺഫറൻസ് എന്നതിനുള്ള അടുത്ത ഞങ്ങളുടെ ഉത്തരമാണ്. നിങ്ങളൊന്ന് കേൾക്കുക 9ാമത്തെ ക്ലിപ്പിലൂടെ. മക്കളുണ്ടാകുന്നത് അമ്മയച്ഛനെ നോക്കാനാണെന്ന് പറഞ്ഞ് പഴയകാല വിവരക്കേടിനകത്തു നിന്നാണ് ഈ മക്കള് കളഞ്ഞേച്ചു പോകുന്നത്. നിങ്ങൾക്ക് മനസ്സിലാവണുണ്ടോ? ഈ ആൾ ആരാണ്? എല്ലാരും മൈത്രേയൻ എന്നേ കേട്ടിട്ടുള്ളൂ. മൈത്രേയൻ ഒരു സന്യാസിയായിരുന്നു, ഇപ്പോൾ ഒരു സമ്പൂർണ്ണ തോന്യാസിയാണ്. മൈത്രേയൻ ആരുടെ കൂടെയായിരുന്നു? ആ മഹാവ്യക്തിത്വം കേരള ജനത ആദരിച്ച ആളാണ് ഗുരു നിത്യചൈതന്യയതി. അദ്ദേഹത്തിന്റെ കൂടെ വേദി പങ്കിടാനും അദ്ദേഹത്തിന്റെ കൂടെ യാത്ര പോകാനും അവരുടെ ഊട്ടിയിലെ ആശ്രമം സന്ദർശിക്കാനും എനിക്ക് അവസരമുണ്ടായതുകൊണ്ട് ഗുരു നിത്യചൈതന്യതയുടെ കൂടെ 5 പ്രഗത്ഭ സന്യാസിമാരിൽ ഒരാളായിരുന്നു മൈത്രേയൻ എന്ന് പറയുന്ന സന്യാസി. സന്യാസത്തിന്റെ ആത്മീയതയുടെ ലോകത്തു നിന്നും ലിബറലുകളുടെ ലോകത്തേക്ക് ഈ സന്യാസി മാറിയപ്പോൾ സമ്പൂർണ്ണ തോന്നിയാസിയായി മാറിയ ഒരു കാഴ്ചയാണ്. വഖദാ റബ്ബുക അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാ വബിൽ വാലിദൈനി ഇഹ്സാനാ ഇമ്മാ യബ്ലുവന്ന ഇൻദകൽ കിബ്റ അഹദുഹുമാ ഔ കിലാഹുമാ എന്ന ഖുർആനിക വചനം. ഖുൽ തആലു അത്ലു മാ ഹറമ റബ്ബുക്കും അല്ലാ തുശ്രികു ബില്ലാഹി ശൈആ വബിൽ വാലിദൈനി ഇഹ്സാനാ വഅബ്ദുല്ലാഹ വബിൽ വാലിദൈനി ഇഹ്സാനാ വഹനൻ അലാ വഹനിൻ വഫിസാലുഹു ഫീ ആമൈൻ എന്ന ദൈവിക ഗ്രന്ഥം പറഞ്ഞെടുത്ത് 17-ാം അധ്യായം 23-24 വചനം, 4-ാം അധ്യായം 36-ാമത്തെ വചനം, 6-ാം അധ്യായം 151-ാമത്തെ വചനം, 2-ാം അധ്യായം 83-ാമത്തെ വചനം, 31-ാം അധ്യായം 13-ാമത്തെ വചനം. മാതാപിതാക്കൾ ആരാണ്? അവർ വാർദ്ധക്യത്തിലെത്തുമ്പോൾ കാരുണ്യത്തിന്റെ ചിറകുകൾ താഴ്ത്തണേ മക്കളെ എന്ന് പഠിപ്പിച്ചതുകൊണ്ട് ലോകത്തെ വൃദ്ധസദനങ്ങൾ നിങ്ങൾ പരിശോധിച്ചോ. ആ വൃദ്ധസദനങ്ങളിൽ ഏറ്റവും കുറവുള്ള ജനത മുസ്ലിംകളാണ്. എന്തുകൊണ്ടാണെന്നറിയുമോ? മാതാപിതാക്കളുടെ കോപത്തിലാണ് അള്ളാഹുവിന്റെ കോപമെന്നും മാതാവിന്റെ കാലടിയിലാണ് സ്വർഗമെന്നും വിശ്വസിക്കുന്ന ഒരു സൊസൈറ്റിക്ക് ഞാൻ ഏറ്റവും കൂടുതൽ കടമപ്പെട്ടത് ആരോടാണ് എന്ന പ്രവാചക ശിഷ്യന്റെ ചോദ്യത്തിന് സുമ്മമൻ 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 എന്നാവർത്തിച്ച് ചോദിച്ചപ്പോഴും
ഉമ്മുക്ക 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 എന്ന് പഠിപ്പിക്കപ്പെടുകയായിരുന്നു. സഹോദര, മാതാവിന്റെ പ്രാധാന്യം അതായിരുന്നു. കഞ്ചാവടിച്ച്, അതുപോലെ ഇവിടെയുള്ള പെത്തടിനടിച്ച്, സിന്തറ്റിക് ലഹരികൾ അടിച്ച് സ്വന്തം മാതാവിനെ, 10 മാസം നൊന്ത് പ്രസവിച്ച മാതാവിനെ, 2 കൊല്ലം പാലൂട്ടിയ മാതാവിനെ, സ്വന്തം വിവാഹത്തിന് വേണ്ടി മഹർ പോലും സംഘടിപ്പിച്ചു വെച്ച മാതാവിനെ, വീട് വീടാന്തരം കയറി അധ്വാനിച്ച് തൊഴിലെടുത്ത മാതാവിനെ കടാര കൊണ്ട്, കത്തി കൊണ്ട് വെട്ടിനുറുക്കുന്ന താമരശ്ശേരിയിലെ സംഭവം, കട്ടപ്പനയിൽ അമ്മയെ കെട്ടിയിട്ട് ബലാത്സംഗം ചെയ്ത മകന്റെ കഥകൾ, ഇക്കഴിഞ്ഞ 3 മാസം കേരളത്തിന്റെ സാംസ്കാരിക തലങ്ങളെ ഞെട്ടിപ്പിച്ചുകൊണ്ട് കടന്നുപോയ കൊലപാതകങ്ങൾ. ഈ കൊലപാതകങ്ങൾ വർദ്ധിക്കുന്നത് എന്തുകൊണ്ട്? കഞ്ചാവിന്റെ ഉപയോഗം കൊണ്ടാണ്. ആർണോൾഡ് ടോയംബിയുടെ ദ സിവിലൈസേഷൻ ഓൺ ട്രയൽ എന്ന് പറയുന്ന വിഖ്യാതമായ ഗ്രന്ഥം ലഹരിയെ കുറിച്ച് പ്രസംഗിക്കുകയും ലഹരി മുക്തമായ ലോകത്തെ സൃഷ്ടിച്ചെടുക്കുന്നതിൽ ദി മോസ്റ്റ് കംപ്ലീറ്റ് ഹിസ്റ്റോറിക്കൽ പേഴ്സണാലിറ്റി, ചരിത്രത്തെ നിലജീവിച്ച ആ പ്രവാചകനെ പോലെ വിജയം കണ്ടെത്തിയ വേറൊരു ജനപദവും ഒരു ജനനായകനും ഒരു മാതൃകായോഗ്യനും ഒരു വചനസാഗരത്തിന്റെ ചക്രവർത്തിയും ലോകത്ത് വേറെ ഉണ്ടായിട്ടില്ല. 13 കൊല്ലക്കാലം ദൈവത്തെക്കുറിച്ച് പഠിപ്പിക്കുകയും ജീവിതത്തെക്കുറിച്ച് പഠിപ്പിക്കുകയും ജീവിതത്തിന്റെ ലക്ഷ്യത്തെക്കുറിച്ച് പഠിപ്പിക്കുകയും മരണാനന്തരം ആരംഭിക്കുന്ന നിതാന്തമായ ജീവിതത്തെക്കുറിച്ച് ബോധവൽക്കരിക്കുകയും അവിടെ യൗവനം ബോധിപ്പിക്കേണ്ടി വരുമെന്നും നിങ്ങളുടെ ശരീരം ദൈവത്തിന്റെ വരദാനമാണെന്നും അത് നശിപ്പിക്കരുതെന്നും ലോകത്തെ പഠിപ്പിക്കുക വഴി ഇസ്ലാം നേടിയ ജൈത്രയാത്ര, അതെ, കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയുടെ പടിവാതിക്കൽ വരെ എത്തുനോക്കിയ ഈ മഹാദർശനം ഇന്ന് മാനവരാശിയുടെ നിലമ്പൂരിൽ ആരംഭിച്ച് അങ്ങ് മഞ്ചേരിയുടെ, മലപ്പുറത്തിന്റെ ഈസ്റ്റിലും വെസ്റ്റിലും, കോഴിക്കോടിന്റെ നോർത്തിലും സൗത്തിലും, അതുപോലെ കാസർഗോഡിന്റെ മണ്ണിലും, അതാ ഏപ്രിൽ 20 അങ്ങ് മംഗലാപുരത്തും കഴിഞ്ഞ 60 നാടുകളിലും ഈ മഹാ സിദ്ധാന്തം, ഈ ആദർശം എന്തിനാണെന്നല്ലേ നിങ്ങളുടെ ചോദ്യം? ഭാര്യ ഭർത്താവിന് വില കൽപ്പിക്കാത്ത കാലം, ഭർത്താവിനെ വഞ്ചിക്കുന്ന കാലം, അവിഹിതം ഒരു സ്പേഷനായി മാറിയ, അവിഹിതം ന്യൂജന്റെ ട്രെൻഡായി മാറിയ ഒരു കാലഘട്ടത്തിലാണ് ഈ മഹാസമ്മേളനം അരങ്ങേറുന്നത്. 4 അക്ക ശമ്പളം ലഭിച്ചാൽ പിന്നെ ആണിന് ആവശ്യമില്ലെന്നും സ്ത്രീകൾ ധരിക്കുന്ന കാലം. സഹോദരങ്ങളെ, ദേശാഭിമാനി ഈ 2025 ദേശാഭിമാനി വീക്കിലി ജാനുവരി 12 ഒരു ലേഖനം എഴുതി. ആ ലേഖനത്തിന്റെ തലക്കെട്ട്, അത് എഴുതിയത് തനുജ ഭട്ടതിരി എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്. സഹോദരങ്ങളെ, ഇനി നാം വീടുകൾക്ക് തീ കൊളുത്തുക എന്നാണ് ആ ലേഖനത്തിന്റെ തലക്കെട്ട്. പെൺകുട്ടികൾക്ക് വീട് വേണ്ട, ഭർതൃകരത്തിൽ പോകാൻ അവർ തയ്യാറില്ല. സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യമുണ്ടായി, അവർക്ക് വിദ്യാഭ്യാസമുണ്ടായി, അവർ പുരുഷനെ അനുസരിക്കാത്തവരാകണം. അതാണ് വിദ്യാഭ്യാസത്തിന്റെ മെച്ചമെന്ന് പാഠ്യപദ്ധതികളോട് പഠിപ്പിക്കുന്നതിനെ ധർമ്മസമരത്തിന്റെ പാതയായിട്ടാണ് നമ്മൾ കാണുന്നത്. യഥാ യഥാ ഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത അഭ്യുത്ഥാനമധർമ്മസ്യം തദാത്മാനം സൃജമ്യഹം പരിത്രാണായ സാധൂനാം വിനാശായ ചതുഷ്കൃതാം ധർമ്മസംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ. 18 അധ്യായമുള്ള ഭഗവത്ഗീതയുടെ 4-ാം അധ്യായം 7-8 ശ്ലോകമാണ്. ധർമ്മമാണ് സ്ഥാപിക്കപ്പെടേണ്ടത്. പ്രവാചക തിരുമേനി പറഞ്ഞ ഒരു വാചകം, അന്നബി സഈദിൽ ഖുദ്രി റളിയല്ലാഹു അൻഹു സമീഅതു റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ മൻ റാ മിൻകും മുൻകറ ഫൽയുഗയ്യിറുഹു ബിയദിഹി ഫഇൻ ലം യസ്തതി ഫബിലിസാനി ഫഇൻ ലം യസ്തതി ഫബിഖൽബി വദലിക അദ്അഫുൽ ഈമാൻ. ഒരു തെറ്റ് കണ്ടാൽ അധികാരമുള്ളവർ കൈകൊണ്ട് തടുക്കേണ്ടവർ ആ തെറ്റ് തടുക്കേണ്ടതാണ്. അതിന് സാധ്യമല്ലാത്തവർ നാവ് കൊണ്ട് ഉപദേശിക്കേണ്ടതാണ്. അതിനും സാധ്യമല്ലാത്തവർ ഹൃദയം കൊണ്ട് വെറുക്കേണ്ടതാണ്. ഇനി ഞാൻ നിങ്ങളെ കേൾപ്പിക്കുന്ന ക്ലിപ്പ് നിങ്ങൾ സാഗൂതം ശ്രദ്ധിച്ച് കേൾക്കുക. അവിഹിത ബന്ധങ്ങൾ വർദ്ധിച്ചു വരുന്ന ഒരു ലോകത്തെക്കുറിച്ചും, ഭാര്യ ഉണ്ടായിരിക്കെ, ഭാര്യ കിടപ്പറയിൽ ഉണ്ടായിരിക്കെ അവിഹിത ബന്ധം പുലർത്തൽ മെച്ചപ്പെട്ട ഏർപ്പാടായി കാണുകയും ഭാര്യയെ ദുഷിച്ചു പറയുകയും ചെയ്യുന്ന ജിയോ ബേബി എന്ന കാതൽ സംവിധായകനെ നമ്മൾ വീണ്ടും സ്ക്രീനിൽ കൊണ്ടുവരികയാണ്. കാരണം സിനിമ എല്ലുകളിൽ പിടിക്കുന്ന ഒരു കാലത്ത്, സിനിമാ നടന്മാരെ സെലിബ്രിറ്റികളായി കൊണ്ടു നടക്കുന്ന കാലത്ത്, ശരീരത്തിന്റെ വിപണനമാണ് സംസ്കാരം എന്ന് വിളിക്കുന്ന ലോകത്ത് പെണ്ണിന്റെ അംഗങ്ങൾക്കാണ്, അവയവങ്ങൾക്കാണ് പ്രാധാന്യം എന്ന് പറയുന്ന ലോകത്ത്
വിദ്യാഭ്യാസ സാംസ്കാരിക കോൺട്രിബ്യൂഷൻ നൽകുന്നതിന് പകരം ശരീരമാണ് വിൽക്കപ്പെടേണ്ടത് എന്ന് വിശ്വസിക്കുന്ന വൃത്തികേടിന്റെ ലോകത്ത് സത്യം സത്യമായി പറയാൻ, തുറന്നു പറയാൻ, ധർമ്മബോധം പറയാൻ, ഈ കപ്പൽ മുങ്ങിപ്പോകാതിരിക്കാൻ, ഇവിടെ കുടുംബ സംവിധാനം നിലനിൽക്കാനാണ് ഈ ക്ലിപ്പ് നിങ്ങളെ കേൾപ്പിക്കുന്നതും എന്തുകൊണ്ട് ഫാമിലി കോൺഫറൻസ് എന്നതിന്റെ ഞങ്ങളുടെ ഉത്തരവും. നിങ്ങൾ രണ്ടാമത്തെ ക്ലിപ്പ് കേട്ട് നോക്കിക്കേ. ഇപ്പം എക്സ്ട്രാ മാരിറ്റൽ അഫെയർ എന്ന് പറയുന്ന ഒരു സംഗതി, ഞാൻ ഒരാളെ കൊന്നു എന്ന് വന്ന് എൻ്റെ പാർട്ട്ണറുടെ അടുത്ത് പറയുമ്പോൾ എനിക്ക് അങ്ങനെ സംഭവിച്ചു പോയെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ പാർട്ട്ണർ പറയായിരിക്കും സാരമില്ല, നമുക്ക് ഇതിന്ന് രക്ഷപ്പെടാനുള്ള കാര്യങ്ങൾ ആലോചിക്കാം. ഇതേ പാർട്ട്ണറുടെ അടുത്ത് ഞാൻ ഒരാളെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇതേ പാർട്ട്ണർ ചിലപ്പോൾ നമ്മളെ കൊല്ലും. ഈ പറഞ്ഞ മനസ്സിലായ നിങ്ങൾക്ക്? ഭാര്യയോട് ഞാനൊരാളെ കൊന്നു വന്നു എന്ന് പറഞ്ഞാൽ ഭാര്യക്ക് അതൊരു വലിയ വിഷയമല്ല. ഞാൻ വേറൊരു സ്ത്രീയുമായി ബന്ധം പുലർത്തി എന്ന് പറഞ്ഞാൽ അവിഹിത ബന്ധമുണ്ടെന്ന് പറഞ്ഞാൽ അവൾ വെട്ടുകത്തി എടുത്ത് വെട്ടുന്ന ലോകം. അപ്പൊ ഈ ജിയോ ബേബി സംവിധാനം ചെയ്യുന്ന അതേ ആഗ്രഹിക്കുന്ന എന്ത് ലോകമാണ്? അവിഹിത ബന്ധങ്ങളുള്ള, കുടുംബത്തിൽ ശൈഥില്യമുള്ള. ഇവിടെ ഒരു പ്രശ്നമുണ്ട്. കുടുംബം എന്ന സംവിധാനം മാറ്റിവെച്ചാൽ പോലും സഹോദര, മനസ്സെന്ന് പറയുന്ന ഒരു സംവിധാനം ഇവിടെ ഇല്ലേ? മനസ്സിന്റെ വിചാരങ്ങൾ, വികാരങ്ങൾ, ദുഃഖങ്ങൾ. തന്നെ ഭർത്താവ് വഞ്ചിച്ചു എന്നറിയുമ്പോ, തന്റെ ഭാര്യ വഞ്ചിച്ചു എന്നറിയുമ്പോ ആ മാനസികാവസ്ഥയെ, സംഘർഷം നിലനിൽക്കുന്ന അവസ്ഥയിൽ വിദ്യാഭ്യാസം ഉണ്ടാകുമോ? ഉന്നത വിജയങ്ങൾ ഉണ്ടാകുമോ? ലോകത്തെ നയിക്കാൻ പ്രാപ്തിയുള്ളവരുണ്ടാകുമോ? കഞ്ചാവടിച്ച ലോകം നന്നാകുമോ? ഗാന്ധിജി കഞ്ചാവടിച്ചിരുന്നുവെങ്കിൽ, നെഹ്റു കഞ്ചാവടിച്ചിരുന്നുവെങ്കിൽ, വല്ലഭായ് പട്ടേൽ കഞ്ചാവടിച്ചിരുന്നുവെങ്കിൽ ഈ ലോകത്ത് കൃത്യമായൊരു കാഴ്ചപ്പാടും സൂര്യൻ സ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ മേൽക്കോയ്മക്കെതിരെ ശബ്ദിക്കാൻ പറ്റിയ ഒരു യുവത്വം ഉണ്ടാകുമായിരുന്നോ? ബ്രിട്ടീഷുകാരെ കെട്ടുകെട്ടിക്കുന്ന യൗവനം ഉണ്ടാകുമായിരുന്നോ? ഖിലാഫത്ത് പ്രസ്ഥാനം ഉണ്ടാകുമായിരുന്നോ? ഒന്നാം ലോകവും രണ്ടാം ലോകവും യുദ്ധം നടക്കുമ്പോൾ ഒരു യൗവനം നഷ്ടപ്പെട്ടു പോയാൽ ധാർമ്മികമായ മുന്നേറ്റമാണെങ്കിൽ അതിനിവിടെ കരുത്തുറ്റ യൗവനം ഉണ്ടാകുമോ? എന്തുകൊണ്ടാണ് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ ഇവിടെ ഉണർന്ന് പ്രവർത്തിക്കുന്നത് ചോദിച്ചാൽ, ഓരോ രാജ്യത്തിന്റെ ബോർഡറിലും പട്ടാളക്കാരൻ കണ്ണിൽ എണ്ണ ഒഴിച്ച് നിൽക്കുന്നത് പോലെയാണ് ഇതിന്റെ നേതൃത്വം എന്നതിൽ ഞങ്ങൾ സന്തുഷ്ടരാണ്. ആരുടെ കീഴിലാണ് ഞങ്ങൾ അണിനിരന്നത് എന്നതിലും ഞങ്ങൾ മഹാസന്തുഷ്ടരാണ്.